വീണ ജോർജ് മെനഞ്ഞാന്ന് അവരെ വിളിച്ച് സംസാരിച്ചില്ലേ? ഗവൺമെന്റ് സംഭാഷണത്തിന് പോലും തയ്യാറാവുന്നില്ല എന്നൊരു വിമർശനം പല കോണുകളിൽ നിന്നും വന്നിരുന്നല്ലോ. ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു, പ്രശ്നം തീർന്നില്ല. പിന്നീട് മന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. ഇതിൽ ഈ ഡിമാൻഡിനുള്ള സമീപനം അവർ അവരുടെ മുമ്പിൽ വ്യക്തമാക്കി. ഈ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് നടത്തി മുമ്പോട്ട് പോകാം എന്ന നിലപാട് സ്വീകരിച്ചാൽ യഥാർത്ഥത്തിൽ അവർക്ക് സമരത്തിൽ നിന്ന് പിൻവാങ്ങാമല്ലോ. അത് സ്വീകരിക്കാതെ ഇത്ര വിരുദ്ധ വീണ ജോർജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. അത് ആ നിലയിലേ ഞങ്ങൾ കാണുന്നുള്ളൂ. അപ്പൊ അതിന് ആ നിലയിൽ തന്നെ നേരിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം നിങ്ങൾ ചോദിച്ചിട്ട് ഞാൻ പറയാണ്. അംഗനവാടിക്കാരിപ്പോൾ സമരം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു വിഭാഗം അംഗനവാടിക്കാരുടെ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഈ സമരം ആരംഭിക്കുന്നതിന് ചർച്ച നടത്തിയില്ലേ? എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും വിളിച്ച് ചർച്ച നടത്തിയില്ലേ? ചർച്ച നടത്തി എല്ലാ പ്രശ്നങ്ങളും അവർ ആ തീരുമാനത്തിന്റെ ഭാഗമാണ് അംഗൻവാടി ജീവനക്കാരുടെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. അത് പ്രഖ്യാപിക്കുകയും ചെയ്തല്ലോ. ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ എല്ലാ സംഘടനകളും യോജിച്ചു നിന്നു. അവസാനം അവരെല്ലാം പങ്കെടുത്ത പ്രതിനിധികളെല്ലാം മന്ത്രിക്ക് ഷെയ്ക്കൻഡ് കൊടുത്ത് അവർ പിരിഞ്ഞുപോയി. പുറത്തു വന്നപ്പോൾ അവിടുത്തെ തീരുമാനത്തിന് വിരുദ്ധമായി INTUC സമരം പ്രഖ്യാപിക്കണം. അതെന്താ ഇതിനർത്ഥം? ഒരു ഡിസ്കഷനിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ തീരുമാനമെടുക്കുന്നതിനുള്ള ഭിന്നത പ്രകടിപ്പിക്കണം. ഭിന്നത പ്രകടിപ്പിക്കാതെ തീരുമാനത്തോടൊപ്പം നിന്ന് തീരുമാനം അംഗീകരിച്ച് പുറത്തു പോയവർ അവർ ഏകപക്ഷീയമായി സമരം പ്രഖ്യാപിക്കുകയാണ്. അത് രാഷ്ട്രീയമല്ലെങ്കിൽ വേറെ എന്താണ് അതിന്റെ കാരണം?